ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള 114 സൂറത്തുകളിൽ 102-ാമത്തെ സൂറത്തും 30-ാം ജുസ്ഇൽ ആകെയുള്ള 37 സൂറത്തുകളിൽ 25-ാമത്തെ സൂറത്തുമായ സൂറത്തു തക്കാസുർ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. തക്കാസുർ എന്നുള്ള പദം ആദ്യ ആയത്തിൽ തന്നെ വരുന്നുണ്ട്. തക്കാസുർ എന്ന് പറഞ്ഞാൽ പരസ്പരം പെരുമ നടിക്കൽ, അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിക്കൽ, പെരുപ്പം നടിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ആയിരുന്ന കാലത്ത് അവതരിച്ച സൂറത്താണ്. അതായത് മക്കീയ ആണ്. എന്നാൽ മദനീയ ആണ് എന്നും ചെറിയൊരു ന്യൂനപക്ഷ അഭിപ്രായമുണ്ട്. ഈ സൂറത്തിൽ ആകെ 8 ആയത്തുകളാണുള്ളത്. 8 ആയത്തുകൾ മാത്രമുള്ള 5 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഒന്ന് ഈ സൂറത്തും അതിനു പുറമെ സൂറത്തു ഷർഹ്, സൂറത്തു തീൻ, സൂറത്തുൽ ബയ്യിന, സൂറത്തു സൽസല. ഈ ഒരു സൂറത്ത് നമ്മൾ ഒന്നിച്ച് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ആയത്തുകളിലും ലാമ്, താ, റാ ഈ അക്ഷരങ്ങൾ വരുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അത് ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകതയായിക്കൊണ്ടല്ല, ഒരു കൗതുകമായിക്കൊണ്ട് കണ്ടപ്പോൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നമുക്കിന്ന് ഈ ഒരു സൂറത്തിലെ ആദ്യ 4 ആയത്തുകൾ പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ആദ്യ ആയത്ത് അൽഹാകുമുത് തകാസുർ എന്നാണ്. അൽഹ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിലാക്കി എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാതെ മറ്റ് ചിലതിലേക്ക് ശ്രദ്ധ പോവുക, അതാണ് അശ്രദ്ധയിലാക്കി എന്ന് പറയുന്നത്. ലഹ്വ് ഇതിൽ നിന്നുണ്ടായതാണ്. അതായത് നേരം പോക്ക്, വിനോദം, കളി, അശ്രദ്ധ എന്നുള്ളതിനൊക്കെയാണ് ലഹ്വ് എന്ന് പറയാം. അൽഹ എന്ന് പറയുമ്പോൾ അശ്രദ്ധയിലാക്കി, കും നിങ്ങളെ, അൽഹാക്കും നിങ്ങളെ അശ്രദ്ധയിലാക്കി. അൽഹാക്കും എന്നുള്ളത് എന്തുകൊണ്ട് അൽഹാക്കുമു എന്നായി എന്നൊക്കെ നമുക്ക് തജ്വീദിൻ്റെ സമയത്ത് പറയാം. അത്തകാസുർ, കസുറ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു എന്നാണ്. കസീർ ധാരാളം, നമുക്കറിയാമല്ലോ. തകാസുർ എന്ന് പറയുമ്പോൾ പെരുപ്പം നടിക്കൽ, അല്ലെങ്കിൽ പെരുമ നടിക്കൽ, പൊങ്ങച്ചം കാണിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. പരസ്പരം പെരുമ നടിക്കൽ. അൽഹാക്കുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിട്ടുണ്ട്. അടുത്ത ആയത്ത് ഹത്ത സുർത്തുമുൽ മഖാബിർ. ഹത്ത, ഹത്ത എന്ന് പറഞ്ഞാൽ വരെ, അതുവരേക്കെന്ന് പറയില്ലേ, അതുവരെ. സുർത്തും, സാറ എന്ന് പറഞ്ഞാൽ സന്ദർശിച്ചു എന്നാണ്. അതിൻ്റെ കൂടെ അൻതും എന്ന് ചേർക്കുമ്പോൾ, അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, സാറ എന്നുള്ളതിൻ്റെ കൂടെ അൻതും എന്ന് ചേർക്കുമ്പോൾ സാറ അൻതും എന്നല്ല പറയാം, സുർത്തും എന്നാണ് പറയാം. അർത്ഥം നിങ്ങൾ സന്ദർശിച്ചു, സുർത്തും നിങ്ങൾ സന്ദർശിച്ചു. ഹത്ത സുർത്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും. എന്ത്? അൽ മഖാബിറ. ഖബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി വെക്കുന്ന ആ ഒരു കുഴി, അതാണല്ലോ ഖബർ എന്ന് പറയുന്നത്. ആ ഖബറുള്ള സ്ഥലത്തെ എന്താ പറയുക? കുറേ ഖബറുകളൊക്കെ ഉള്ള സ്ഥലത്തെ, അതിനാണ് മഖ്ബറ എന്ന് പറയാം. ആ ഖബറുകളുള്ള സ്ഥലം, അതിൻ്റെ ബഹുവചനമാണ് മഖാബിർ, ഖബർസ്ഥാനുകൾ എന്ന് പറയാം. അപ്പോൾ ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബർസ്ഥാൻ സന്ദർശിക്കുന്നത് വരേക്കും. അടുത്ത ആയത്ത് കല്ലാ സൗഫ തഅലമൂൻ. കല്ല എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. വേണ്ട, അങ്ങനെയല്ല, നിസ്സംശയം, കാര്യം അങ്ങനെയല്ല, അങ്ങനെയൊക്കെ അതിനർത്ഥമുണ്ട്. അപ്പോൾ കല്ല, കാര്യം അങ്ങനെയല്ല, അല്ലെങ്കിൽ നിസ്സംശയം. സൗഫ, സൗഫ എന്ന് പറഞ്ഞാൽ പിന്നെ, ശേഷം, വഴിയേ എന്നൊക്കെ പറയാം, പിറകെ. ഇത് ചില സമയത്ത് ചുരുക്കിയിട്ട് സ എന്ന് മാത്രം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സൗഫ, വഴിയേ. തഅലമൂൻ, അലിമ അറിഞ്ഞു, യഅലമു അറിയും, അറിയുന്നു. തഅലമു നീ അറിയും, നീ അറിയുന്നു.
തഅലമൂൻ നിങ്ങൾ അറിയും, നിങ്ങൾ അറിയുന്നു. അതായത് അലിമ എന്ന് പറഞ്ഞാൽ അത് മാളിയായ രൂപമാണ്, പാസ്റ്റ് ടെൻസാണ്, ഭൂതകാല ക്രിയയാണ്. യഅലമു തഅലമു എന്നൊക്കെ പറയുമ്പോൾ അത് മുളാരിയാണ്, അതായത് ഇപ്പോൾ നടക്കുന്നതിനെയോ അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെയോ സൂചിപ്പിക്കുന്നത്, അതാണ് മുളാരി. വർത്തമാനകാല ക്രിയ അല്ലെങ്കിൽ ഭാവി കാല ക്രിയ എന്ന് പറയാം. പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ്, ഇതിന് രണ്ടിനെയും കൂടെ സൂചിപ്പിക്കാൻ ഒറ്റ പദമാണ് അറബിയിൽ ഉപയോഗിക്കുക, അതാണ് മുളാരി. അപ്പോൾ യഅലമു തഅലമു എന്നുള്ളതൊക്കെ മുളാരിൻ്റെ രൂപങ്ങളാണ്. യഅലമു എന്ന് പറയുമ്പോൾ അവൻ അറിയും, അവൻ അറിയുന്നു. തഅലമു എന്ന് പറയുമ്പോൾ നീ അറിയും, നീ അറിയുന്നു. തഅലമൂൻ അത് ബഹുവചന രൂപമാണ്, നിങ്ങൾ അറിയും, നിങ്ങൾ അറിയുന്നു. ഈ മുളാരി ആയിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ സൗഫ എന്ന് വന്നു കഴിഞ്ഞാൽ, അതേപോലെ സ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ, പിന്നീട് ആ മുളാരി ആയിട്ടുള്ള ക്രിയയുടെ ഒരു അർത്ഥം മാത്രമേ എടുക്കുള്ളൂ. മുളാരി ആയിട്ടുള്ള ക്രിയയ്ക്ക് രണ്ടർത്ഥം ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ തഅലമൂൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയും, നിങ്ങൾ അറിയുന്നു, അങ്ങനെ രണ്ടർത്ഥമുണ്ട്. പക്ഷേ സൗഫ തഅലമൂൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയും എന്ന ഭാവിയിലെ അർത്ഥം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ സ എന്ന് വെച്ചിട്ട് പറയുമ്പോഴും. അപ്പോൾ സൗഫ എന്നിവിടെ വന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാവിയുടെ അർത്ഥം മാത്രമാണ് പറയാം. സൗഫ തഅലമൂൻ നിങ്ങൾ അറിയും എന്നർത്ഥം. അപ്പോൾ കെല്ലാ സൗഫ തഅലമൂൻ നിസ്സംശയം, അല്ലെങ്കിൽ കാര്യം അങ്ങനെയല്ല, വഴിയെ നിങ്ങൾ അറിയും. സൗഫ തഅലമൂൻ വഴിയെ നിങ്ങൾ അറിയും. അടുത്ത ആയത്ത് സുമ്മ കെല്ലാ സൗഫ തഅലമൂൻ. ഇതിൽ ഒരു സുമ്മ എന്നുള്ള പദം മാത്രമാണ് അധികം വന്നത്. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ശേഷം. സുമ്മ പിന്നെ, കെല്ലാ സൗഫ തഅലമൂൻ വഴിയെ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ വഴിയെ നിങ്ങൾ അറിയും. ഈ 4 ആയത്തുകൾ നമുക്ക് ഇന്ന് പഠിക്കാം. ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അൽ ഹാക്കു മുത്തക്കാസുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അപ്പോൾ ആളുകൾ പലപ്പോഴും ഈ ലോകത്ത് പെരുമ നടിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നു. പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി, നമ്മളെ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടി പലതും ചെയ്യുന്നു. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധ പോകേണ്ട ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മളെ അശ്രദ്ധയിലാക്കി, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നില്ല. എന്താണ് അങ്ങനെ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കാൻ കാരണം? പരസ്പരം പെരുമ നടിക്കാനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കാണിച്ചത്, അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോയത്. എന്തിലൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ ശ്രദ്ധ കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ഈ രൂപത്തിൽ വഴിതെറ്റിപ്പോവാറുള്ളത് ഏതിലൊക്കെയാണ്? എന്തിനൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പെരുമ നടിക്കാറുള്ളത്, പെരുപ്പം കാണിക്കാറുള്ളത്, പൊങ്ങച്ചം കാണിക്കാറുള്ളത്? പലതും ഉണ്ടല്ലേ. വീട് നിർമ്മാണം, ഒരാളെ ഏതെങ്കിലും ഒരു വീട് നിർമ്മിച്ചത് കണ്ടാൽ പിന്നീട് എൻ്റെ വീട് അതിനേക്കാൾ ഉയർന്നതാവണം, അതിനേക്കാൾ ആളുകൾ ശ്രദ്ധിക്കുന്നതാവണം. അതിലൊരു കുറവ് വന്നു കഴിഞ്ഞാൽ അതൊരു മോശമാണ്. ഒരു കല്യാണം നടത്തുന്ന സമയത്ത് ആ കല്യാണത്തെക്കുറിച്ച് ആളുകൾ കൂടുതൽ പറയണം, അതൊരു വലിയ കല്യാണമാണ് എന്നുള്ള രൂപത്തിലൊക്കെ എല്ലാവരും പറയണം. അതിന് കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ ഇസ്ലാമികമാണോ ഇസ്ലാമികമല്ലേ എന്ന് നോക്കുന്ന പരിപാടി ഇല്ലാതെ തന്നെ അത് ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുക. ആളുകൾ അത് ശ്രദ്ധിക്കണം, ആളുകൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയണം. പലപ്പോഴും ദീനീ പ്രവർത്തനങ്ങളിൽ പോലും ഈ പെരുമ നടിക്കൽ കടന്നു വരാറുണ്ട്. അതായത് ആളുകൾ നമ്മളുടെ സംഘടന നന്നായിട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയണം, ആളുകൾ കൂടുതൽ നമ്മുടെ സംഘടനയോ അല്ലെങ്കിൽ നമ്മുടെ വിഭാഗത്തെയോ ഒക്കെ കൂടുതൽ ഉയർത്തി പറയണം. നമ്മുടെ സംഘടനയാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എല്ലാവരും അറിയണം. അവരെക്കാൾ കൂടുതൽ നമ്മളായിരിക്കണം മുന്നിട്ട് നിൽക്കുന്നത്. അവരുടെ പരിപാടികൾക്ക് അത്ര പേര് കൂടിയാൽ നമ്മുടെ പരിപാടിക്ക് അതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതായിട്ട് എല്ലാവരും അറിയണം. ഇങ്ങനെയൊക്കെ പെരുമ നടിക്കൽ, പെരുപ്പം കാണിക്കൽ, പൊങ്ങച്ചം കാണിക്കൽ, അത് വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലുമൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ നിന്ന് നമ്മളെ അശ്രദ്ധയിലാക്കിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. നിങ്ങളത് അശ്രദ്ധയിലാക്കിയിട്ടുണ്ട്. പരസ്പരം പെരുമ നടിക്കൽ, പെരുപ്പം കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിട്ടുണ്ട്. ഇമാം റാസി റഹിമഹുള്ള പറഞ്ഞു, നമുക്ക് പൊങ്ങച്ചം ഇല്ലാതിരിക്കാൻ നമ്മളുടെ പ്രവർത്തനങ്ങൾക്കൊരു മുൻഗണനാക്രമം ഉണ്ടായാൽ മതി. എന്താണ് ആ മുൻഗണനാക്രമം? ഏറ്റവും ആദ്യം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രീതിയും സാമീപ്യവുമാണ്. അപ്പോൾ അതിന് വേണ്ട അറിവും സൽസ്വഭാവവും ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നീട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ആരോഗ്യം ഉണ്ടാവണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിന്നീട് അങ്ങനെയുള്ള ആ ആരോഗ്യത്തോടു കൂടി അത്തരം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സമ്പത്ത് വേണം, മക്കൾ വേണം, കുടുംബം വേണം. അപ്പോൾ ഈ ഒരു മുൻഗണനാക്രമം നമ്മൾ പാലിക്കുകയാണെങ്കിൽ, അതായത് ഒന്നാം സ്ഥാനം അള്ളാഹുവിൻ്റെ പ്രീതിക്കും സാമീപ്യത്തിനും, പിന്നീട് നമ്മുടെ ആരോഗ്യം,
പിന്നീട് അതുപോലെ തന്നെ നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ മറ്റു കാര്യങ്ങൾക്കുമൊക്കെ സമ്പത്ത് സമ്പാദിക്കുന്ന കാര്യങ്ങൾക്കുമൊക്കെ പ്രാധാന്യം കൊടുക്കുക. ഈ ഒരു മുൻഗണനാക്രമം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വഴിതെറ്റിപ്പോവില്ല എന്നാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് ഹത്താ സുർത്തുമുൽ മഖാബിർ. ഈ ഒരു പൊങ്ങച്ചം കാണിക്കൽ, പരസ്പരം പെരുമ നടിക്കൽ എത്ര വരെയാണ് ഉണ്ടാവുക? ഏത് കാലം വരെ ഉണ്ടാവുക? ഹത്താ സുർത്തുമുൽ മഖാബിർ. നിങ്ങൾ ഖബർസ്ഥാൻ സന്ദർശിക്കുന്നത് വരെ. ഈ ഖബർസ്ഥാൻ സന്ദർശിക്കുക എന്നുള്ളത് അറബിയിൽ മരണപ്പെടുക എന്നുള്ളതിന് പറയുന്ന മറ്റൊരു രൂപമാണ്. ഒരാൾ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഖബർസ്ഥാൻ സന്ദർശിക്കുക എന്നുള്ള ആ ഒരു രൂപത്തിൽ പറയും. അപ്പോൾ നിങ്ങൾ ഖബർസ്ഥാൻ സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നിങ്ങൾ മരണപ്പെടുന്നത് വരെ. മരണപ്പെടുന്നത് വരെ മാത്രമേ നിങ്ങൾക്ക് ഈ പെരുമ നടിക്കാനൊക്കെ കഴിയുള്ളൂ, ഈ പൊങ്ങച്ചം കാണിക്കാനൊക്കെ കഴിയുള്ളൂ, ഈ പെരുപ്പം കാണിക്കാനൊക്കെ കഴിയുള്ളൂ മരണപ്പെടുന്നത് വരെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനൊന്നും കഴിയൂല. അപ്പോൾ മരണപ്പെടുന്നത് വരേക്കും മാത്രമേ നിങ്ങൾ ഈ പൊങ്ങച്ചം കാണിക്കുകയുള്ളൂ. ഇനി ഹത്താ സുർത്തുമുൽ മഖാബിർ എന്നുള്ളതിന് അക്ഷരാർത്ഥത്തിൽ അർത്ഥം കൊടുത്താലും ആ രൂപത്തിലും അർത്ഥം കൊടുത്തവരുണ്ട്. അതായത് നിങ്ങൾ മക്ബറകൾ സന്ദർശിക്കുന്നത് വരെ. മരണപ്പെട്ട ആളുകളുടെ ഖബർസ്ഥാനുകൾ സന്ദർശിക്കുമ്പോൾ നമുക്കും തോന്നും ഞാനും ഇതുപോലെ മരണപ്പെട്ടു പോവേണ്ടവനാണ്, എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഓരോ പെരുപ്പൊക്കെ കാണിച്ച് ജീവിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ പൊങ്ങച്ചം കാണിച്ച് ജീവിക്കുന്നത്, ഇവനെപ്പോലെ ഇവളെപ്പോലെ ഞാനും ഒരു കാലത്ത് എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഇതുപോലെ മരിച്ചു പോവും, പിന്നെ എനിക്കിതിനൊന്നും കഴിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. അപ്പോൾ ആ ഖബർസ്ഥാൻ സന്ദർശിച്ച് യഥാർത്ഥത്തിൽ ആ ഒരു സന്ദർശനം കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള ആ ഒരു ഭക്തിയും പേടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതുവരെ ആണ് നിങ്ങളുടെ പൊങ്ങച്ചം ഉണ്ടാവുക എന്ന് ആ അർത്ഥത്തിലും ഉണ്ട്. ആദ്യത്തെ അർത്ഥത്തിനാണ് കൂടുതൽ പ്രാധാന്യം. ശരി, അപ്പോൾ നമ്മൾ മരണപ്പെടുന്നത് വരെയാണ് നമ്മൾ ഈ പൊങ്ങച്ചം കാണിക്കുക. ഇനി ഇവിടെ അള്ളാഹു ഉപയോഗിച്ച പദപ്രയോഗം നിങ്ങൾ മരിക്കുന്നത് വരെ എന്നുള്ളതല്ല, നിങ്ങൾ ആ ഖബർ സന്ദർശിക്കുന്നത് വരെ എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ ഖബറിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു സന്ദർശനം മാത്രമാണ്. എന്താ നമ്മൾ സന്ദർശനം എന്ന് പറയാം? എപ്പോഴാണ് നമ്മൾ സന്ദർശനം എന്ന് പറയാം? ഒരു സ്ഥലത്ത് സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ചെന്ന് അതൊന്ന് കണ്ടുപോരും. ചെറിയൊരു സമയത്തേക്ക് മാത്രമാണ് അവിടെ നിൽക്കുക, അതാണ് സന്ദർശനം. അവിടെ സ്ഥിരതാമസമാക്കുമ്പോൾ അതിന് സന്ദർശനം എന്ന് പറയില്ലല്ലോ. അപ്പോൾ ഖബറിലേക്ക് നിങ്ങൾ എത്തുക, നിങ്ങൾ മരണപ്പെട്ട് ഖബറിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതൊരു സന്ദർശനം മാത്രമാണ്, കുറച്ച് കാലം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് നിങ്ങൾ പോകും. അതേതാണ്? പരലോകത്തുള്ള ജീവിതം. അപ്പോൾ ഖബർസ്ഥാനിലേക്ക് നിങ്ങൾ എത്തുക, അല്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ആ ഖബർസ്ഥാനിൽ കഴിയുക എന്നുള്ളത് ചെറിയൊരു സന്ദർശനം, ഖബർ സന്ദർശിക്കുക, അല്ലെങ്കിൽ ആ ഖബറിൽ നമ്മളൊന്ന് സന്ദർശിച്ചു, പിന്നെ ഉടനെ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ആ പരലോകത്തേക്ക് നമ്മൾ എത്തുന്നു. അപ്പോൾ ഒരു ചെറിയ സമയത്ത് മാത്രമാണ് ആ ഖബറിൽ നിങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് കൂടെ ആ ഒരു പദപ്രയോഗത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നും വ്യാഖ്യാനമുണ്ട്. ഇനി ഇമാം റാസി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഈ ആയത്തിൽ ഒരു താക്കീതും അടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഖബർസ്ഥാൻ സന്ദർശിക്കുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾ മരണപ്പെടുന്നത് വരെയാണ് നിങ്ങൾ ഈ പൊങ്ങച്ചമൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അർത്ഥം അതുവരെ മാത്രമേ നിങ്ങൾക്കതിന് കഴിയുള്ളൂ എന്നുള്ള ഒരു ഓർമ്മ വേണം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്കതിനൊന്നും കഴിയൂല, നിങ്ങൾ എൻ്റെ അടുത്തേക്കാണ് തിരിച്ചു വരിക, ഈ ഒരു മരണം വരെ മാത്രമേ നിങ്ങൾക്ക് ഈ പൊങ്ങച്ചൊക്കെ കാണിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ എന്നൊരു ഓർമ്മ നിങ്ങൾക്ക് വേണം എന്നൊരു താക്കീത് അതിൻ്റെ ആ ആയത്തുകളുടെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ഇനി എന്താണ് ഖബർ എന്ന് പറഞ്ഞാൽ? ഖബർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത് ആ ഒരു കുഴിയാണ് അല്ലേ, മരണപ്പെട്ടതിന് ശേഷം അടക്കം ചെയ്യുന്ന ആ ഒരു കുഴി. ആ കുഴി ശരിക്ക് ഖബറിൻ്റെ ഒരു രൂപമാണ്. എന്നാൽ ഇപ്പോൾ വിമാനങ്ങളിൽ നിന്നൊക്കെ വീണ് മരണപ്പെടുന്ന ആളുകൾ ചിലപ്പോൾ ശരീരം പോലും കിട്ടൂല. കപ്പലിൽ നിന്നൊക്കെ കടലിലേക്ക് വീണ് മരണപ്പെടുന്ന ആളുകൾ, ബോട്ടിൽ നിന്നും ഒക്കെ ആ തരത്തിൽ മരണപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ ഒന്നും ശരീരം പോലും ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ അവർക്കൊക്കെ ഖബറില്ലേ? അവർക്ക് ഖബറിലെ രക്ഷാശിക്ഷകളില്ലേ? നല്ല ആളുകളാണെങ്കിൽ അവിടെ ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ, തെറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ അവർക്ക് ഒരുപാട് ശിക്ഷകളുണ്ടല്ലോ. അപ്പോൾ അത്തരം ആളുകൾക്കൊന്നും ആ ഖബറിൽ ശിക്ഷ കിട്ടൂലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖബർ എന്ന് പറയുന്നത് ഈ ഒരു മണ്ണിലുണ്ടാക്കുന്ന കുഴി മാത്രമല്ല. എല്ലാവർക്കും ഖബർ എന്ന് പറയുന്ന ആ ഒരു അനുഭവമുണ്ട്, ആ ഒരു ജീവിതമുണ്ട്. അതിനെയാണ് ബർസഖിയായ അവസ്ഥ, ബർസഖിയായ ജീവിതം എന്ന് പറയാം. ഒരാൾ മരണപ്പെട്ടത് മുതൽ നാളെ പരലോകത്ത് അയാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് ബർസഖിയായ അവസ്ഥ എന്ന് പറയാം, ബർസഖിയായ ജീവിതം. അപ്പോൾ അതെല്ലാവർക്കും ഉണ്ട്. ഇനി അത് എങ്ങനെയാണ് ലഭിക്കുക എന്നൊക്കെ അള്ളാഹുവിനെ അറിയുള്ളൂ. സാധാരണഗതിയിൽ പറയാറുണ്ട്,
നമ്മളിപ്പോൾ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരം, അതിൻ്റെ കൂടെ ഒരു നഫ്സും പിന്നെ റൂഹുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയില്ല. അപ്പോൾ ഈ ശരീരവും നഫ്സും റൂഹും ചേർന്നതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അതിൽ മരണപ്പെടുന്നതോടുകൂടി ഈ നഫ്സും റൂഹും ശരീരത്തെ വേർപെട്ടു പോകും. പിന്നെ ഈ ഒരു ശരീരം മാത്രമായിട്ട് മാറും. അതിൻ്റെ ഉള്ളിൽ നഫ്സുമില്ല, റൂഹുമില്ല. ഈ ശരീരം മാത്രം, അതായത് ശരിക്ക് ഒരു കൂട്ടിലൊരു കിളി ഉള്ളത് പോലെയാണ്. കൂട്, പുറം കൂട് എന്ന് പറഞ്ഞ ഈ കൂടെന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അതിനകത്തുള്ള കിളിയാണ് നഫ്സും റൂഹും ഒക്കെ. അപ്പോൾ ഈ കൂട് അവസാനം എന്ത് ചെയ്യും? മരണപ്പെടുമ്പോൾ അത് മണ്ണിൽ കൊണ്ടുപോയി വെക്കും, ആളുകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. എന്നാൽ നഫ്സിനെയും റൂഹിനെയൊക്കെ അത് അള്ളാഹു പുറത്തേക്കെടുത്തു, അല്ലെങ്കിൽ മലായിക്കത്തുകൾ ആ നഫ്സിനെ കൊണ്ടുപോയി. അപ്പോൾ ആ തരത്തിൽ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് പിന്നീട് അദ്ദേഹത്തിന് രക്ഷാശിക്ഷകൾ എങ്ങനെയാണ് കിട്ടുക? പല അഭിപ്രായങ്ങളുണ്ട്. അതായത് ഈ ശരീരത്തിലേക്ക് തന്നെ ആ നഫ്സിനെയും റൂഹിനെയും ഒക്കെ തിരിച്ചു വെച്ചതിന് ശേഷമാണ് രക്ഷയും ശിക്ഷയൊക്കെ അനുഭവപ്പെടുക എന്ന അഭിപ്രായമുണ്ട്. അങ്ങനെയല്ല, അത് ആ നഫ്സിനും റൂഹിനും തന്നെയാണ് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവുക, അത് ഈ ശരീരത്തിലേക്ക് വെക്കാതെയാണെന്നുള്ള അഭിപ്രായമുണ്ട്. പല രൂപത്തിലും അതിനൊക്കെ അഭിപ്രായപ്പെട്ടവരുണ്ട്, അല്ലാഹു അലം. എന്തായാലും മരണപ്പെട്ടതിന് ശേഷം ആ വ്യക്തിക്ക് രക്ഷാശിക്ഷകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. ഇനി അത് ഒരു സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത് പോലെ നമുക്ക് വേദന, ഒരു സ്വപ്നത്തിൽ ഒരാൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം കണ്ടാൽ അദ്ദേഹത്തിന് വേദന അനുഭവപ്പെടുമല്ലോ. സ്വപ്നത്തിലാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വേദനിക്കാതിരിക്കുന്നില്ലല്ലോ, അദ്ദേഹത്തിന് വേദന അനുഭവപ്പെടുന്നുണ്ട്, പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിലുള്ളൊരു അനുഭവമായിരിക്കുമോ, അതല്ല ശരിക്കും ഉള്ള ആ ശരീരത്തിൽ തന്നെ അനുഭവപ്പെടുന്നതായിരിക്കുമോ എന്നുള്ള കാര്യത്തിലും ഒക്കെ പല അഭിപ്രായങ്ങളും കേൾക്കുന്നുണ്ട്. അല്ലാഹു അലം. ഏതായാലും എല്ലാവർക്കും ഈ ഒരു ബർസക്കിയായ അവസ്ഥയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഹത്താ സുർത്തുമൽ മക്കാബിർ, നമ്മൾ മരണപ്പെടുന്നത് വരെയാണ് ഈ പൊങ്ങച്ചം കാണിക്കലും പെരുമ നടിക്കലും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ലോകത്ത് ഏതിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതൊന്നും പലപ്പോഴും നമുക്ക് ആ ഒരു ഖബർ ജീവിതത്തിലേക്ക്, ബർസക്കിയായ അവസ്ഥയിലേക്ക് ഉപകാരപ്പെടില്ല. ഇപ്പോൾ സാധാരണ ഒരു കഥ പറയാറുണ്ട്. ഒരാൾക്ക് 4 ഭാര്യമാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മരണത്തെ ഭയങ്കര പേടിയാണ്. അങ്ങനെ അദ്ദേഹം മരണപ്പെടാൻ ഏകദേശം ആയി എന്ന് തോന്നിയ സമയത്ത് അദ്ദേഹം ഈ 4 ഭാര്യമാരെയും വിളിച്ച് സംസാരിക്കുകയാണ്. അതിലേറ്റവും അവസാനം അദ്ദേഹം വിവാഹം ചെയ്ത ചെറുപ്പക്കാരിയായിട്ടുള്ള ആ ഒരു ഭാര്യയോട് ചോദിച്ചു, എനിക്ക് മരണത്തെ നല്ല പേടിയാണ്, അതുകൊണ്ട് ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ എൻ്റെ കൂടെ ഖബറിലേക്ക് നീയും വരൂ. അവൾ പറഞ്ഞത്, എനിക്കതിനൊരിക്കലും സാധിക്കൂല, ഞാൻ എന്തായാലും വരില്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ മരണപ്പെടുന്നതോടുകൂടി കൂടുതൽ വൈകാതെ ഞാൻ മറ്റാരെങ്കിലും കല്യാണം കഴിച്ച് മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കും. രണ്ടാമത്തെ ഭാര്യയെ വിളിച്ചു, അതിനുശേഷം ഉള്ള ഭാര്യയെ അവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരോടും ഇതുപോലെ ചോദിച്ചു, ഖബറിലേക്ക് വരാമോ? നിന്നെയാണല്ലോ എൻ്റെ എല്ലാ യാത്രകളിലും ഞാൻ കൂടെ കൊണ്ടുപോകാറുള്ളത്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ നിന്നെയാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ച് സംസാരിക്കാറുള്ളത്. അപ്പോൾ നിനക്ക് എൻ്റെ കൂടെ വന്നൂടെ? അവൾ പറഞ്ഞു, ഒരിക്കലും അതിന് സാധ്യമല്ല, ഞാൻ അങ്ങോട്ട് വരില്ല. പിന്നെ അദ്ദേഹം മൂന്നാമത്തെ ഭാര്യയോട് ചോദിച്ചു. ആ ഭാര്യ പറഞ്ഞത്, ഞാൻ ആ ഖബറിൻ്റെ അടുത്ത് വരെ വരാം, ഖബറിലേക്ക് എനിക്ക് വരാൻ കഴിയില്ല, അതിൻ്റെ അടുത്ത് വരെ ഞാൻ വരും, പിന്നെ തിരിച്ചു പോരും. അങ്ങനെ അവസാനം ആ 4ാമത്തെ, ഏറ്റവും ആദ്യം കല്യാണം കഴിച്ച പ്രായം കൂടിയ ആ ഭാര്യയോട് ചോദിച്ചു, നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ? സന്തോഷത്തോടു കൂടെ പറഞ്ഞു, ഞാൻ കൂടെ വരും, നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്കൊക്കെ ഞാൻ കൂടെ ഉണ്ടാവും, ഒരു പേടിയും പേടിക്കണ്ട. ഈ കഥയിൽ നിന്ന് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, ആദ്യം മറുപടി പറഞ്ഞ ഭാര്യ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സമ്പത്താണ്. സമ്പത്തിന് യാതൊരു തരത്തിലും കൂടെ വരാൻ പറ്റൂല, ഒരു തരത്തിലും നമ്മുടെ ഖബറിലേക്ക് വരാൻ കഴിയില്ല. ഖബറടക്കുന്ന സമയത്ത് ഒരു ചില്ലറ പൈസ ആ ഒരു ഖബറിലേക്ക് വീണാൽ പോലും അതെടുത്ത് പുറത്തേക്കിടും, കൂടെ വരാൻ കഴിയില്ല. മാത്രമല്ല, നമ്മളുടെ മരണശേഷം നമ്മളുടെ കുടുംബങ്ങളും മറ്റുമൊക്കെ നമ്മളുടെ സമ്പത്ത് അവർ പങ്കിട്ടെടുക്കും, അത് അവരുടേതായി മാറും. അതാണ് ആ ഭാര്യ പറഞ്ഞത്, ഞാൻ കൂടെ വരില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരുടേതായി മാറും, ഞാൻ മറ്റുള്ള ആളുകളെ കല്യാണം കഴിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരുടേതായി മാറും. രണ്ടാമത്തെ ഭാര്യ പറഞ്ഞല്ലോ, ആ ഭാര്യയോട് പറഞ്ഞു, നിന്നെയാണ് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ച് സംസാരിക്കാറുള്ളത്, നിനക്ക് വന്നൂടെ? അതാരാണ്? അത് പേരും പ്രശസ്തിയും ഒക്കെയാണ്, നമ്മൾ ഈ ലോകത്തുണ്ടാക്കിയെടുക്കുന്ന പേരും പ്രശസ്തിയും ഒക്കെയാണ്.
ആ പേരും പ്രശസ്തിയൊക്കെ നമ്മൾ മരിക്കുന്നതോടുകൂടെ കഴിഞ്ഞു, അതും നമ്മുടെ കൂടെ വരില്ല. മൂന്നാമതായി പറഞ്ഞല്ലോ, ഖബറിൻ്റെ അടുത്ത് വരെ വരാം, ഖബറിലേക്ക് ഇറങ്ങൂല. അതാരാണ്? അത് നമ്മുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളൊക്കെയാണ്. അവർക്ക് ഏറിയാൽ ആ ഖബറിൻ്റെ അടുത്ത് വരെ വരാനേ പറ്റുള്ളൂ. ആ ഖബറിലേക്ക് നമ്മൾ വെച്ച് അവിടെ മൂടിക്കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു പോരും, അവർക്ക് നമ്മുടെ കൂടെ വരാൻ പറ്റില്ല. നാലാമത് പറഞ്ഞല്ലോ, ഞാൻ കൂടെ വരാം, നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്കെല്ലാം കൂടെ വരാം. അതാരാണ്? അത് നമ്മുടെ കർമ്മങ്ങളാണ്, നമ്മുടെ അമലുകളാണ്. അപ്പോൾ നമ്മുടെ കൂടെ വരിക എപ്പോഴും നമ്മുടെ അമലുകളായിരിക്കും. അതുകൊണ്ട് ആ അമലുകൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷേ പലപ്പോഴും ഈ കൂട്, ആ കിളി താമസിക്കുന്ന ഈ കൂടിനെയാണ് ആളുകൾ പെയിൻ്റ് അടിച്ച് മിനുക്കി ഭംഗിയാക്കുക. അത് ആളുകൾ കാണുന്ന സ്ഥലത്തൊക്കെ ഏറ്റവും നല്ല മനോഹരമാക്കി കൊണ്ടു നടക്കും. എന്നാൽ അതിനകത്ത് ജീവിക്കുന്ന ആ കിളിയുണ്ടല്ലോ, നമ്മുടെ മനസ്സ്, ആത്മാവൊക്കെ, ആ ഒരു മനസ്സിനെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ കൂടുതൽ ഭംഗിയാക്കേണ്ടതും കൂടുതൽ പരിപോഷിപ്പിക്കേണ്ടതും. ഇപ്പോൾ റമദാൻ മാസമൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആ കിളിക്ക് ഏറ്റവും കൂടുതൽ ഭക്ഷണം കിട്ടുന്ന ഒരു മാസം കൂടിയാണിത്. എന്ന് പറഞ്ഞാൽ വളരെ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നു, ആരാധനാകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു, തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. അപ്പോൾ അതാണ് ആ കിളിയുടെ ഭക്ഷണം, അതാണ് ആ മനസ്സ് നല്ല മനസ്സാക്കാനുള്ള മാർഗം. ഒരു നല്ല ആത്മാവ്, നല്ല മനസ്സുണ്ടാക്കാനുള്ള മാർഗം അതാണ്. അപ്പോൾ ആ ഒരു മാസത്തിൽ ആ കിളി നല്ല തടിച്ച് കൊഴുക്കും. പക്ഷേ ആ മാസം കഴിഞ്ഞാൽ പലപ്പോഴും അതിന് ഭക്ഷണം കൊടുക്കൂല. എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കുറക്കും, തെറ്റുകളിലേക്ക് ചിലപ്പോൾ പോകും, അള്ളാഹുവിനെ മറന്ന് ജീവിക്കും. അപ്പോൾ ആ കിളിയെ പട്ടിണിക്കിടുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പുറമോടിയെ അല്ല നമ്മൾ പെയിൻ്റ് അടിച്ച് ഭംഗി കൂട്ടേണ്ടത്, അതിനകത്തുള്ള ആ ഒരു നഫ്സിനെ, ആ കിളിയെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, വളർത്തേണ്ടത്, പരിപാലിക്കേണ്ടത്, പരിപോഷിപ്പിക്കേണ്ടത്. മൂന്നാമത്തെയും നാലാമത്തെയും ആയത്തുകളിൽ അള്ളാഹു പറയുകയാണ്, കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. കാര്യം അങ്ങനെയല്ല, വഴിയെ നിങ്ങൾ അറിയും. വീണ്ടും കാര്യം അങ്ങനെയല്ല, വഴിയെ നിങ്ങൾ അറിയും. ഈ കാര്യം അങ്ങനെയല്ല എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? അതായത് നിങ്ങൾ ധരിച്ചിരിക്കുന്ന ധാരണ തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇത്തരം കല്ല എന്നുള്ള പദം കൊണ്ടുവരിക. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ധരിച്ചു വച്ചിരിക്കുന്നത്, ഈ ലോകത്ത് ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ അതിങ്ങനെ പ്രദർശിപ്പിച്ച് കിട്ടുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ആ സുഖത്തെയാണ് നിങ്ങൾ വലിയ കാര്യമായിട്ട് കാണുന്നത്. മറ്റുള്ളവർ അതിങ്ങനെ കാണണം, പേരും പ്രശസ്തിയൊക്കെ ഉള്ളത് എല്ലാവരും അറിയണം. ഈ രൂപത്തിൽ പെരുമ നടിച്ച് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ തന്നെ അതെല്ലാവരും ഒന്ന് അറിയണം. ഇങ്ങനെ പെരുമ നടിച്ചുകൊണ്ട് ആളുകളുടെ മുമ്പിൽ വലിയ ആളായിട്ട് ജീവിക്കുക എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കല്ല, കാര്യം അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യം. സൗഫ തഅലമൂൻ, വഴിയെ നിങ്ങൾ അറിയും. എന്താണ് യഥാർത്ഥത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നത് എന്ന് വഴിയെ നിങ്ങൾ അറിയും. പിന്നീട് നിങ്ങൾ അറിയും, നിങ്ങൾ അറിയാൻ പോകുന്നു. ഇപ്പോൾ അല്ല, പിന്നീട് നിങ്ങൾ അറിയും. ഇനി ആ കെല്ല എന്നുള്ളതിന് നിസ്സംശയം എന്നുള്ള അർത്ഥം കൊടുക്കാം. യാതൊരു സംശയവും വേണ്ട, വഴിയെ നിങ്ങൾ അറിയും. ഒരു സംശയവും വേണ്ട, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല, നിങ്ങൾ അറിയും, അറിയുക തന്നെ ചെയ്യും. നിങ്ങളത് അറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ നിസ്സംശയം എന്നുള്ള അർത്ഥവും അതിന് കൊടുക്കാം. അടുത്ത ആയത്തിൽ, നാലാമത്തെ ആയത്തിൽ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നെ, അതായത് വീണ്ടും നിങ്ങൾ വഴിയെ അതറിയും. ഈ രണ്ട് ആയത്തുകളും കൂടെ ചേർത്ത് മനസ്സിലാക്കിയിട്ട് ചില മുഫ്സിരീങ്ങൾ പറഞ്ഞത് മൂന്നാമത്തെയും നാലാമത്തെയും ആയത്തുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഒരിടത്ത് പറയുന്നു, മൂന്നാമത്തെ ആയത്തിൽ പറയുന്നു വഴിയെ നിങ്ങൾ അറിയും, നാലാമത്തെ ആയത്തിൽ പറയുന്നു പിന്നെ, അതായത് വീണ്ടും വഴിയെ നിങ്ങൾ അറിയും. ഈ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് ഖബറിൽ വെച്ചുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ്, നാലാമത്തെ ആയത്തിൽ പറഞ്ഞത് പരലോകത്തുള്ള അനുഭവത്തെക്കുറിച്ചാണ്. അതായത് ഈ ലോകത്ത് നിങ്ങൾ പരസ്പരം പെരുമ നടിച്ചൊക്കെ ജീവിച്ചു, അതാണ് വലിയ കാര്യം എന്ന് വിചാരിച്ചു. പക്ഷേ അത് ഏറ്റവും വലിയ അബദ്ധമായി പോയി എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കും ഖബറിൽ വെച്ച്. അതാണ് കല്ലാ സൗഫ തഅലമൂൻ, വഴിയെ നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞാൽ മരണപ്പെട്ടതിന് ശേഷം ബർസക്കിയായ ജീവിതത്തിൽ നിങ്ങൾ അറിയും നിങ്ങൾ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ പെരുമ നടിക്കലിനായിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കും ഖബറിൽ വെച്ച്. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നെയും നിങ്ങൾ അറിയും, അത് പരലോകത്ത് വെച്ച്. അതായത് ആ ഒരു ഖബർ ജീവിതം കഴിഞ്ഞ് ബർസക്കിയായ അവസ്ഥ കഴിഞ്ഞ് പിന്നീട് പരലോകത്തെത്തേക്ക് കഴിഞ്ഞാൽ അവിടെ വെച്ചും നിങ്ങൾ അറിയും നിങ്ങൾ പ്രാധാന്യം കൊടുത്തത് തെറ്റായിപ്പോയി, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നത് എന്നുള്ള കാര്യം അവിടെ വെച്ചും നിങ്ങൾ അറിയും. ഇതാണ് ഒരു വിശദീകരണം. രണ്ടാമത്തെ ഒരു വിശദീകരണം, ഒരാൾ മരിക്കുന്ന ആ സമയത്ത് അപ്പോൾ അയാൾ അറിയും, ആ മരണത്തോടടുക്കുന്ന ആ മരിക്കുന്ന സമയത്ത് അയാൾ അറിയും, ഇത്രയും കാലം ഞാൻ ചെയ്തതൊക്കെ അബദ്ധമായി പോയി, ഞാൻ മരിക്കുകയാണ്, ഈ മരിക്കുന്ന സമയത്ത് ഞാൻ ഇതൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പോൾ ആ മരണത്തോട് മുഖാമുഖം കാണുന്ന അവസാന നിമിഷത്തിൽ അദ്ദേഹം മനസ്സിലാക്കും അബദ്ധം പറ്റിപ്പോയി. അതാണ്
കല്ലാ സൗഫ തഅലമൂൻ, യാതൊരു സംശയവും വേണ്ട, നിങ്ങളതറിയും. അതായത് മരണത്തോടു കൂടി നിങ്ങളതറിയും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നെയും നിങ്ങളതറിയും എന്ന് പറയുന്നത് ഖബറിൽ വെച്ചും പരലോകത്ത് വെച്ചും, അവിടെ വെച്ചും നിങ്ങൾ ഈ കാര്യം അറിയും. നിങ്ങൾ ചെയ്തത് അബദ്ധമായി എന്നുള്ള കാര്യം പിന്നെയും നിങ്ങൾ അറിയും. മൂന്നാമതൊരു വിശദീകരണം, ഈ ആദ്യം പറഞ്ഞ മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞ വഴിയെ നിങ്ങൾ അറിയും എന്നുള്ളതിനെ ഒന്നും കൂടെ ഉറപ്പിച്ച് പറയാനാണ് നാലാമത്തെ ആയത്ത്. മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞു വഴിയെ നിങ്ങൾ അറിയും, അതായത് ഈ ലോകം കഴിഞ്ഞാൽ പിന്നീട് എന്തായാലും ബർസക്കിയായ അവസ്ഥയിലും മരണത്തിലും പരലോകത്തൊക്കെ വെച്ച് എന്തായാലും നിങ്ങളത് അറിയും, അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കും. അടുത്ത ആയത്തിൽ യാതൊരു സംശയം വേണ്ട, നിങ്ങൾ അറിയുക തന്നെ ചെയ്യും എന്നൊന്നും കൂടെ ഉറപ്പിച്ച് പറയാനാണ് നാലാമത്തെ ആയത്ത്. നമ്മൾ സാധാരണ പറയില്ലേ, ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ ഉറപ്പായിട്ടും ഞാൻ വരും എന്ന് രണ്ടാമത്തെ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാൽ അതിനൊരു ഉറപ്പ് കൂടും. അപ്പോൾ ആ രൂപത്തിൽ മൂന്നാമത്തെ ആയത്തിനെ ഒന്നും കൂടെ ഉറപ്പിച്ച് പറയാനാണ് നാലാമത്തെ ആയത്ത് എന്നുള്ളതാണ് മറ്റൊരു വിശദീകരണം. ഏതായാലും കാര്യം വളരെ വ്യക്തമാണ്. ഈ ലോകത്ത് പെരുമ നടിച്ച് ജീവിച്ചതുകൊണ്ട്, പൊങ്ങച്ചം കാണിച്ച് ജീവിച്ചതുകൊണ്ട് നമുക്ക് നഷ്ടമല്ലാതെ യാതൊരു ലാഭവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നമുക്ക് ഈ 4 ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. അൽ ഹാക്കുമുത്തകാസുർ, അൽ ഹാക്കും എന്നുള്ളത് എങ്ങനെയാണ് അൽ ഹാക്കുമു എന്നായി? അൽ ഹാക്കും എന്നെഴുതി കഴിഞ്ഞാൽ അവസാനത്തിൽ മീമിന് സുക്കൂനാണ്. തകാസുർ എന്നുള്ളതിൻ്റെ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം താ ആണ്, ഷദ്ദുള്ള താ. ആ ഷദ്ദുള്ള താഇനെ പിരിച്ചെഴുതി കഴിഞ്ഞാൽ 2 താകൾ എഴുതണം. ആദ്യത്തെ താവിന് സുക്കൂനും രണ്ടാമത്തെ താവിന് ഫത്തഹും. അങ്ങനെയാണ് ഷദ്ദുള്ള അക്ഷരത്തെ പിരിച്ചെഴുതുക. അപ്പോൾ അവിടെ ആദ്യത്തെ താവിന് സുക്കൂനാണെങ്കിൽ നമുക്ക് പറയാം അൽ ഹാക്കും എന്നുള്ളതിൻ്റെ അവസാനത്തെ മീമിന് സുക്കൂന്, തകാസുർ എന്നുള്ളതിൻ്റെ ആദ്യത്തെ അക്ഷരത്തിനും സുക്കൂന്. കാരണം ഷദ്ദുള്ള താവിനെ പിരിച്ചെഴുതുമ്പോൾ ആദ്യത്തെ താവിന് സുക്കൂന്. അപ്പോൾ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വന്നു. അൽ ഹാക്കും എന്നുള്ളതിൻ്റെ അവസാനത്തിലും തകാസുർ എന്നുള്ളതിൻ്റെ തുടക്കത്തിലും. അപ്പോൾ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വന്നു. അടുത്തടുത്ത് 2 സുക്കൂനുകൾ വരാൻ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ആദ്യത്തെ സുക്കൂനെ മാറ്റണം. ഇവിടെ ഈ കും തും എന്നൊക്കെയുള്ള രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ കുമു തുമു എന്നുള്ള രൂപത്തിലാണ് മാറ്റുക. അതുകൊണ്ടാണ് അൽ ഹാക്കും എന്നെഴുതാതെ അൽ ഹാക്കുമു എന്നാക്കിയത്. അൽ ഹാക്കുമു തകാസുർ. അവസാനത്തെ ആ റാഇന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അപ്പോൾ തകാസുർ എന്ന രൂപത്തിൽ. ഹത്താ സുർത്തുമു, അവിടെ സുർത്തും എന്നുള്ളത് എന്തുകൊണ്ട് സുർത്തുമു എന്നായി? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുർത്തും എന്നെഴുതുമ്പോൾ ആ മീമിന് സുക്കൂനാണ്. അൽ മക്കാബിർ എന്നുള്ളതിൽ ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ലാമിന് സുക്കൂനിലൊരു അക്ഷരം, അതവിടെ അങ്ങനെ തന്നെ കാണാനുണ്ട്. അപ്പോൾ അടുത്തടുത്ത് 2 സുക്കൂനുകൾ വന്നു. ആ പ്രശ്നം ഒഴിവാക്കാൻ സുർത്തും എന്നുള്ളതിനെ സുർത്തുമു എന്നാക്കി. അങ്ങനെ മാറ്റുമ്പോഴേ നമുക്ക് ആ പാരായണത്തിൻ്റെ ഒഴുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് പാരായണം ചെയ്തു നോക്കൂ. ഹത്താ സുർത്തും അൽ മക്കാബിർ എന്ന് പറയുമ്പോൾ അവിടെ അങ്ങ് മുറിഞ്ഞു പോകും. അതേസമയത്ത് ഹത്താ സുർത്തുമുൽ മക്കാബിർ എന്ന് പറയുമ്പോൾ ആ ഒഴുക്ക് കിട്ടും. മക്കാബിർ എന്നുള്ളതിൻ്റെ അവസാനത്തെ ആ റാഇന് സുക്കൂനിട്ടിട്ട് നിർത്തുക. അങ്ങനെ നിർത്തുമ്പോൾ തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് കെസറായതുകൊണ്ട് രി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. മക്കാബിർ മക്കാബിർ, റ് എന്നുള്ളതിന് പകരം രി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക. അടുത്ത ആയത്തിൽ കല്ലാ സൗഫ തഅലമൂൻ, അവസാനത്തെ നൂന് സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്ദുകാരിലാണ്. അടുത്ത ആയത്തിൽ സുമ്മ, മീമിൻ്റെ ഷദ്ദ് മണിക്കുക. കല്ലാ സൗഫ തഅലമൂൻ, അവസാനത്തെ നൂന് സുക്കൂനിട്ട് നിർത്തുക. തൊട്ട് മുമ്പുള്ള നീട്ടലിനെ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം. നമുക്ക് ഈ 4 ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഗ്രാമർ നോക്കുകയാണെങ്കിൽ അൽ ഹാക്കുമുത് തകാസുർ എന്നെടുത്തു കഴിഞ്ഞാൽ അവിടെ ഫെയിലും ഫായിലും മഫ്ഊലും ബിഹിയും വന്നു. അതായത് സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും വന്നു. ഇംഗ്ലീഷിൽ SVO എന്ന് പറയില്ലേ, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. മലയാളത്തിൽ കർത്താവ് കർമ്മം ക്രിയ. അപ്പോൾ അൽഹ എന്നുള്ളതാണ് ക്രിയ, ഫിഅൽ അല്ലെങ്കിൽ വെർബ്. കും എന്നുള്ളതാണ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മഫ്ഊലും ബിഹി കർമ്മം. അതായത് അൽ ഹാക്കും എന്ന് പറയുമ്പോൾ നിങ്ങളെ അശ്രദ്ധയിലാക്കി എന്നാണ്. എന്താണ് അശ്രദ്ധയിലാക്കി? ആരാണ് അശ്രദ്ധയിലാക്കിയത്? തകാസുർ. അപ്പോൾ അതാണ് ഫാഇൽ അല്ലെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ്. അപ്പോൾ അൽഹ എന്നുള്ളത് ഫിഅലാണ് അല്ലെങ്കിൽ വെർബാണ്, ക്രിയയാണ്. കും എന്നുള്ളത് ഒബ്ജക്റ്റാണ്, കർമ്മമാണ്, മഫ്ഊലും ബിഹിയാണ്. തകാസുർ എന്നുള്ളത് ഫായിലാണ്, സബ്ജക്റ്റാണ്, കർത്താവാണ്. അടുത്ത ആയത്ത് ഹത്താ സുർത്തുമുൽ മക്കാബിർ. സുർത്തും എന്നെടുത്തു കഴിഞ്ഞാൽ അവിടെ സാറ അതിൻ്റെ കൂടെ അൻതും എന്ന് ചേർന്നാണല്ലോ. അപ്പോൾ സുർത്തും എന്നുള്ളതിലെ സാറ എന്നുള്ള ആ ഭാഗമാണ് ക്രിയ, ഫിയൽ, വെർബ്. ആ താ അവിടെ തും എന്നാണെങ്കിലും താ എന്നാണ് പറയാം. ആ താ ആണ് അവിടെ ഫായിൽ, സബ്ജക്റ്റ്, കർത്താവ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫായിലിന് എപ്പോഴും ഇറാബ് റഫ് ആയിരിക്കും. അതുകൊണ്ടാണ് തകാസുറു എന്നെഴുതിയത്. അവിടെ അവസാനത്തിൽ ലമ്മല്ലേ, അത്
റഫ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ലമ്മിട്ടത്. ഇനി മഫ്ഊലും ബിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. സാധാരണ ഫത്തഹ കൊണ്ടാണ്, പക്ഷേ എപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ കും എന്നുള്ളതാണ് മഫ്ഊലും ബി, പക്ഷേ അതിന് ഫത്തഹ ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അതിന് മബിനി എന്ന് പറയാം. അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതിനെ അത് മഫ്ഊലും ബിഹിയാണ്, നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാം. അതിന് ഫത്തഹ ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. അടുത്ത ആയത്തിൽ ഹത്താ സുർത്തുമുൽ മക്കാബിർ എന്ന് പറയുമ്പോൾ മഫ്ഊലും ബിക്ക് എപ്പോഴും ഇറാബ് നെസ്ബാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മക്കാബിറ അവസാനത്തിൽ ഫത്തഹ ഇട്ടത് അത് മഫ്ഊലും ബിഹി ആയതുകൊണ്ടാണ്. ഇനി ഇവിടെ എന്താണ് അതിൻ്റെ ഫായിൽ? ആ തും എന്നുള്ളത്, ആ ഭാഗം. പക്ഷേ അവിടെ ആ തുമു എന്ന് എഴുതിയത് അത് തജ്വീദിൻ്റെ നിയമപ്രകാരമാണ്. അതിന് നമുക്ക് ഫായിലിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ. അതിന് പ്രത്യേകിച്ച് ആ തരത്തിൽ ഫത്തോ കിസ്റോ ഒന്നും മാറ്റിയിടാനൊന്നും കഴിയില്ല. അത് മബിനിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ 4 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.